അങ്ങനെ 10-50 ഒന്നും എനിക്ക് വേണ്ട. നിന്നെപ്പോലെ തന്നെ ഇവിടുത്തെ എല്ലാ സ്വത്തിലും എനിക്കും അവകാശമുണ്ട്. എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് കിട്ടണം. അയ്യോ ഇല്ല സർ. എന്നാ ചിരിച്ചോണ്ട് പറയടി. ഒരു കുഴപ്പമില്ലെന്ന് ചിരിച്ചോണ്ട് പറ. ഇല്ല. ചിരിച്ചേ. ഒരു കുഴപ്പമില്ലെന്ന് ചിരിച്ചോണ്ട് പറഞ്ഞേ. ഇല്ല. ഗുഡ് ഗേൾ. എങ്കി പോയി നല്ല 2 ചായ എടുത്തോണ്ട് വാ. ഇപ്പൊ കൊണ്ടുവരാം. വേഗം വിട്ടു. അതെ, ഷുഗർ വേണ്ട. ഡാർലിംഗ്, എനിക്കിരിക്കട്ടെ. ആണോ? ഇവിടെ കുറച്ച് ഷുഗർ ആവാം. വേഗം കൊണ്ടുവരണം. പോ. ഇന്നലെ എനിക്ക് വയ്യ. വലിക്കും. അത് എനിക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കു ദുർഗേ. എന്ത് വേണം? എനിക്ക് കുറച്ച് പൈസ വേണം. എന്തിന്? നിനക്ക് കഴിക്കാൻ ആഹാരം ഇവിടെ കിട്ടുന്നില്ലേ? എവിടെ വേണമെങ്കിലും പോവാം, മനസ്സിലായില്ലേ? ഡ്രസ്സോ മറ്റോ വേണമെങ്കിൽ എല്ലാ മാസവും ഷോപ്പിംഗിന് ഇടുന്നുണ്ടല്ലോ. പിന്നെ നിനക്ക് എന്തിനാ കാശ്? അത് ശരിയല്ല കിരൺ. പൃഥ്വി പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനല്ലേ. അവന് അവന്റേതായ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ? ഒരു 10-50 വേണമെങ്കിൽ കൈ വെക്കാൻ കൊടുക്ക. പാവം. അങ്ങനെ 10-50 ഒന്നും എനിക്ക് വേണ്ട. നിന്നെപ്പോലെ തന്നെ ഇവിടുത്തെ എല്ലാ സ്വത്തിലും എനിക്കും അവകാശമുണ്ട്. എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് കിട്ടണം. തമാശ. അതൊക്കെ പണ്ടാ. ഇപ്പൊ നിനക്ക് ഇവിടെ സ്വന്തമായിട്ട് ഒന്നുമില്ലടാ. വേണമെങ്കിൽ ആപ്പിലെടുത്തോ. നമ്മുടെ അച്ഛൻ എന്നോടും എന്റെ അമ്മയോടും ചെയ്ത ചതി പുറത്തറിയാതിരിക്കാൻ ഇവിടുത്തെ മുഴുവൻ സ്വത്തുക്കളും എന്റെ പേരിലാണ് എഴുതി തന്നിരിക്കുന്നത്. നീയൊക്കെ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നത് എന്റെ ഔദാര്യത്തിലാ. കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാ. ഇത് വെച്ചോ. ഇതിൽ കൂടുതലൊന്നും ചോദിക്കരുത്. ഇനി 1 മാസത്തേക്ക് പൈസ തരില്ല. ഇത് നീ തന്നെ വെച്ചോ. No. Cool down. Cool. നീ ഇതെങ്ങോട്ടാ?
എങ്ങോട്ടെങ്കിലും പോവുക. ഇനി ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ആ ദുർഗയുടെ ആട്ടും തുപ്പും കേൾക്കാനോ? അതിലും ഭേദം ഞാൻ മരിക്കുന്നതാ. നിങ്ങൾക്ക് നാണമുണ്ടോ? അല്ല, നിങ്ങളുടെ അച്ഛന് നാണമുണ്ടോ? എവിടുന്നോ തെണ്ടി തിരിഞ്ഞ് കേറി വന്ന ഒരുത്തനെ മകനായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് ഈ വീട്ടിലെ എല്ലാ സ്വത്തും അവന്റെ പേരിലങ്ങ് എഴുതി കൊടുക്കുക. എന്നിട്ട് അതേ വീട്ടിൽ അഭയാർത്ഥിയായിട്ട് താമസിക്കുക. ദേ, എന്നെ അതിന് കിട്ടുമെന്ന് ആരും വിചാരിക്കണ്ട. എടോ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. താനിപ്പോ എവിടുന്ന് പോയാൽ ശരിയാവില്ല. ആ ദുർഗ ഭരിക്കുന്നിടത്ത് ഞാൻ നിൽക്കുമെന്ന് കരുതുന്നുണ്ടോ പൃഥ്വി? ഒരിക്കലുമില്ല, നടക്കില്ലത്. അതിലും ഭേദം ഞാൻ മരിക്കുന്നതാ. എടോ, നിങ്ങളൊക്കെ മനുഷ്യരാണോ? സ്വല്പെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇങ്ങനെ നിൽക്കുവോ? എടോ, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. പൃഥ്വിക്ക് ധൈര്യമുണ്ടോ? എല്ലാം തിരിച്ചു പിടിക്കാനുള്ള തന്റെ ഇടമുണ്ടോ? ആ കിരണിനെയും ദുർഗയും ഇവിടെ നിറക്കി വിടാനുള്ള ആണത്തുണ്ടോ? ഇറക്കി വിട്ടിട്ട് എന്താ കാര്യം? സ്വത്തുക്കളെല്ലാം അവരുടെ കയ്യിലായില്ലേ? അത് തിരിച്ചെഴുതി വാങ്ങിക്കണം. ഇനി അതല്ലേ ചെയ്യാൻ പറ്റൂ. അല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ആദ്യമേ ചിന്തിക്കണമായിരുന്നു. എല്ലാം എഴുതി കൊടുക്കുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു. അന്നൊന്നും ചെയ്യാതിരുന്നിട്ട് ഇന്ന് കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ പോവാ. എല്ലാം തിരിച്ചു കിട്ടിയിട്ടേ അന്ന് വിളിച്ചാ ഞാൻ വരാം. ഏയ്, ഏയ്, അശി, ഞാൻ പറയുന്ന അശി പോവല്ലേ? ഛേ. ഒരിക്കലും ഇതൊന്നും സംഭവിക്കാൻ പാടില്ല. കിരണിന് ഒരിക്കലും തെളിവുകൾ കിട്ടരുത്. കിട്ടിയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. എനിക്കറിയാം എന്താ വേണ്ടത്. അതല്ലേ ഇത് തന്നെയല്ലേ? അത് ആ ആ, ഇത് തന്നെ. വാ നോക്കാം. ഇവിടെ തന്നെ. അതെ ചേട്ടാ, ഈ രാമചന്ദ്രൻ അങ്കിളുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം എവിടെ പോയി? 2 ദിവസമായി കണ്ടിട്ട്. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അല്ല, എന്തെങ്കിലും പറയണോ? ഏയ് വേണ്ട. ശരി. കട തുറന്നിട്ട് അങ്കിൾ ഇത് എവിടെ പോയതാ? താനൊന്ന് ഫോൺ ചെയ്ത് നോക്ക. സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. എന്ത് ചെയ്യാനാ? എന്നാ പോ. പോവല്ലേ.